അസ്സലാമു അലൈക്കും. നമ്മൾ 19/10/2025 പുലാമന്തോൾ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മ മക്കളുടെ പരമ്പരയുടെ കുടുംബസംഗമം നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തി. അന്ന് എടുത്ത കുടുംബങ്ങളുടെ ഫോട്ടോ ആണിത്. ഇത് ഓരോ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ ഞങ്ങൾ ഇറങ്ങുകയായി. ഇത് നമ്മൾ സംഗമം ഉദ്ഘാടനം ചെയ്ത KT സൈദു അക്കാക്കുള്ള മെമന്റോ കൊടുക്കാൻ പോവുകയാണ്. നെല്ലിയത്തൊടി ചേക്കുപ്പാപ്പ വല്യമ്മ സൈനു വല്യമ്മയുടെ രണ്ടാമത്തെ മകള് കുഞ്ഞിമ്മ എന്ന കുഞ്ഞിപ്പാത്തമ്മയുടെ നിലവിലെ മൂത്ത മകനാണ് KT സൈദു അക്ക. പെരിന്തൽമണ്ണയാണ് താമസം. നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാം വളരെ നന്നായിരുന്നു. എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു സദസ്സായി ഇത് മാറിയിട്ടുണ്ട്. ഓരോരുത്തരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. മേലിലും ഇത്തരം സഹകരണങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചേക്കുപ്പാപ്പ സൈനവല്യമ്മന്റെ മകൾ മൂന്നാമത്തെ മകള് കുഞ്ഞിമുതാത്ത എന്ന പാത്തുമ്മ പെരിന്തൽമണ്ണത്തെ അവരുടെ രണ്ടാമത്തെ മക്കളിൽ മൂത്ത മകളാണ് സൈനക്കുട്ടി. പെരിന്തൽമണ്ണത്തെ കുഞ്ഞിമളയമാന്റെ ചെറിയ മകൻ സക്കീറിന്റെ വീട്ടിലാണ്. സക്കീർ ഇവിടെ ഇല്ല, ജോലിക്ക് പോയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മാന്റെ ഇളയ മകൻ, ഏറ്റവും ചെറിയ മകൻ മേരിയൻകുട്ടി കാക്കാന്റെ ഭാര്യയാണ് സൈന. എന്റെ മൂത്താപ്പാന്റെ മകള് എന്റെ പെങ്ങളും കൂടിയാണ്, എന്റെ അമ്മായിയാണ്. അപ്പൊ ഈ കുടുംബസംഗമത്തിന്റെ ഈ ഫോട്ടോ അവർക്ക് ഇത് ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മാന്റെ മൂത്ത മകള് കുഞ്ഞീരുമ്മ എന്ന അമ്മുവിന്റെ മൂത്ത മകൻ കുഞ്ഞാപ്പുവിന്റെ നാലാമത്തെ മകൻ മുജീബും കുടുംബമാണത്. ഇത് ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മാന്റെ മൂത്ത മകൾ കുഞ്ഞീരുമ്മ എന്ന ഇമ്മുവിന്റെ മൂത്ത മകൾ കുഞ്ഞിമ്മയുടെ കുടുംബമാണ്. 19/10/2025 പുലാമന്തോൾ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടന്ന കുടുംബസംഗമമാണ്. ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മാന്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു കുടുംബ സംഗമമായിരുന്നു. പുലാമന്തോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു കുടുംബ സംഗമം നടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും പഴയ തലമുറക്കും പുതിയ തലമുറക്കൊക്കെ തമ്മിൽ കാണുവാനും ഇതുവരെ കാണാത്ത ആളുകളൊക്കെ കൂട്ടിയോജിപ്പിക്കാനൊക്കെ നേതൃത്വം നൽകിയ നമ്മളെ കുഞ്ഞുമളയമാന്റെ അംസർപ്പാക്ക, അതുപോലെ തന്നെ മെയ്തീൻകുട്ടിന്റെ അബൂക്കറമാമൻ, ഇവര് കുറച്ച് ആളുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റുക്കിയളയമാന്റെ അല്ല കുഞ്ഞുമോളല്ല എന്താ മറ്റേ കുഞ്ഞുമോള്, പിന്നെ നമ്മുടെ ഉസ്മാന്, ഇവരൊക്കെ കൂടിയിട്ടാണ് ആദ്യം മുതൽ ഇതിന്റെ ഗ്രൂപ്പൊക്കെ തുടങ്ങി. ആ ഗ്രൂപ്പിൽ ആദ്യം തന്നെ ഇവരിനെ ആഡ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവുകൊണ്ട് മുൻകൂട്ടി ഞങ്ങൾ നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് നമ്മളൊക്കെ രക്തബന്ധമുള്ളവരാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നല്ല ഒരു സംഗമമാണ് സംഘടിപ്പിച്ചത്. എന്തായാലും ഇവരുടെ ഈ ഉദ്യമം എല്ലാ കാലങ്ങളിലും മുന്നോട്ട് പോകാനും നമ്മളെ കുടുംബങ്ങൾ തമ്മിൽ ഒത്തൊരുമ എന്നും ഐക്യത്തോടെ നിലനിൽക്കുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത് പെരിന്തൽമണ്ണത്തെ കുഞ്ഞിമ്മന്റെ മകൾ റുക്കിയക്കുട്ടിന്റെ മകൾ ബേബിയാണ്. അവർക്ക് റുക്കിയക്കുട്ടിക്ക് വേണ്ടിയിട്ട് ബേബി ഇത് ഏറ്റുവാങ്ങുന്നു. ഇത് ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മാന്റെ മകൻ വാപ്പു, ഹംസ എന്ന വാപ്പുവിന്റെ മകൾ സൈനബയും അവരുടെ ഭർത്താവ് കോയാക്കയാണ്, കണ്ടേങ്കാവിലാണ്. അവരുടെ ഫോട്ടോ ആണ് ഈ അടുത്തതായിട്ട് കൊടുക്കുന്നത്. ഇവര് ആണ് ഇപ്പൊ നെളിയത്തൊടി കുടുംബത്തിലെ ഇപ്പോഴുള്ള നമ്മുടെ ഒരു അമ്മാവന്റെ മകളാണ്. ഇപ്പൊ നെളിയത്തൊടി എന്ന് പറയാനുള്ളതിൽ ചുരുക്കമുള്ള ആൾക്കാരിൽപ്പെട്ട ഒരു പ്രധാനിയാണ് നെളിയത്തൊടി സൈന. നെളിയത്തൊടി ചേക്കുപ്പാപ്പ സൈന വല്യമ്മയുടെ മക്കൾ പരമ്പരയിലെ മൂത്ത മകള് കുഞ്ഞീരുമ്മ എന്ന ഇമ്മു പുലാമന്തോള്, അവരുടെ മൂത്ത മകൻ അബ്ദുറഹ്മാൻ എന്ന അമ്മാക്ക, എല്ലാവരും അമ്മാക്കാന്ന് വിളിക്കും, ഞങ്ങളൊക്കെ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കും.
മൂപ്പരാണ് നമ്മളെ ഈ കുടുംബസംഗമത്തിന്റെ നെടുന്തൂണായിട്ട് നിന്ന് ഇത് വളരെയധികം ഭംഗിയായിട്ട് വിജയിപ്പിച്ചു തന്ന ആളും കൂടിയാണ്. മൂപ്പരാക്കാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. ചേക്കുപ്പാപ്പ സൈനവല്യമ്മ എന്നിവരുടെ മൂന്നാമത്തെ മകൾ കുഞ്ഞിമളയമ്മാന്റെ 9 മക്കളിലെ 4ാമത്തെ മകനായ പെരിന്തൽമണ്ണ താമസിക്കുന്ന KT ഹംസ എന്ന എന്റെ എളാപ്പാക്ക് അന്ന് നമ്മൾ അവിടെ വെച്ച് എടുത്ത ആ മൊമെന്റോ ഫോട്ടോ കൈമാറി. ഇത് പുരാമന്തോളിലെ കുഞ്ഞീരുമ എന്ന ഉമ്മുവിന്റെ 2ാമത്തെ മകൻ ചേക്കുവിന്റെ ഭാര്യയാണ് ഖദീജ. നമ്മുടെ ഈ കുടുംബസംഗമത്തിന്റെ ഈ കൂട്ടായ്മയുടെ സെക്രട്ടറി ആയിട്ട് ഈ പരിപാടി ഇത്രയധികം ഭംഗിയാക്കാൻ കഠിന പ്രയത്നം ചെയ്ത മീതിൻകുട്ടന്റെ അമ്മയും കൂടിയാണത്. അവർക്കാണ് അടുത്തത്. ഇത് പുരാമന്തോൾ കുഞ്ഞീരുമ എന്ന ഇമ്മുവിന്റെ മകൻ അബൂബക്കർ. ഈ കൂട്ടായ്മ ഞെളിയത്തൊടി കുടുംബസംഗമവും ഈ കൂട്ടായ്മയും വിജയിപ്പിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെ പോലെ ഓടിച്ചാടി എല്ലാത്തിനും മുന്നിൽ നിന്നിരുന്ന അബൂബക്കറിനാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും. ഈ കൂട്ടായ്മ വളരെയധികം വിജയമാക്കി അതിന് പ്രവർത്തിച്ച എല്ലാ ഇതിന്റെ പ്രവർത്തകർക്കും വളരെയധികം ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അംസപ്പ, മെയ്തീൻകുട്ടി, കാരണവർ അബ്ദുറഹ്മാൻ എന്നിവരൊക്കെ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അവർക്കൊക്കെ ഞാൻ ആശംസ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ നമുക്ക് ഇനിയും കഴിയട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇത് പുലാമന്തോൾ കുഞ്ഞീരുമ എന്ന ഇമ്മുവിന്റെ ചെറിയ മകൻ ഹമീദ്. ഈ കൂട്ടായ്മക്ക് വളരെയധികം സഹായിച്ച ഹമീദിനാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. ഇത് ഞെടിയത്തൊടി ചേക്കുപ്പാപ്പ സേന വല്യുമ്മാന്റെ ഏറ്റവും ഇളയ മകൾ റുക്കിയളയമാന്റെ മൂത്ത മകൻ ഹംസക്കുട്ടിന്റെ ഭാര്യ സഫിയയും മകൾ സബാനയാണ്. അവർക്കാണ് അവരുടെ ഈ ഫോട്ടോ കൊടുക്കുന്നത്. ഇത് ഞെളിയത്തൊടി ചേക്കുപ്പാപ്പ സേന വല്യുമ്മ മകൻ കുഞ്ഞു മുഹമ്മദിന്റെ മകള് ഇമ്മു എന്ന് പറയുന്ന താഴത്തേക്കുണ്ടിലെ പ്രസിഡന്റ് ഇമ്മുവിനാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. ഇത് റുക്കിയളയമാന്റെ മകൻ ഉസ്മാനും കുടുംബമാണ്. ഉസ്മാന് നമ്മുടെ സംഗമത്തിന് വളരെ അധികം പ്രോത്സാഹനം നൽകി ധാരാളം പ്രവർത്തിച്ചു. പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഒക്കെ നമുക്ക് വളരെ ഉന്മേഷം തന്നു. നാളെ പാട്ടുമുണ്ട്. ഉസ്മാനാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. സംഗമത്തെ പറ്റി പറയാൻ വളരെ വളരെ നന്നായി. കാരണം ഒരുപാട് കുടുംബങ്ങളെ കാണാത്തവരുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാരും കാണാനും ഒരുമിച്ച് കൂട്ടാനും നമുക്കത് കഴിഞ്ഞു. അത് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അൽഹംദുലില്ലാ. വീണ്ടും അതുപോലെ തന്നെ നമുക്കൊക്കെ ചെയ്യാനും അതിലൊക്കെ കൂടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി ഈമാനും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് കുഞ്ഞഹമ്മദ് കാക്കാന്റെ മകൻ ചേക്കുപ്പാന്റെ ഭാര്യ റൈഹാനത്ത്. കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇല്ല. റൈഹാനത്തിനാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. സംഗമൊക്കെ അടിപൊളിയായിരുന്നു. കൂട്ടം കുടുംബത്തിനൊക്കെ കാണാൻ പറ്റി. പഴയകാല ഓർമ്മകളിലൊക്കെ അങ്ങനെ പോയി. അല്ല, എന്റെ വല്യപ്പ പറഞ്ഞിരുന്നു മടപ്പേ ഇതിനെ ഇടവഴിയായിരുന്നു പുഴ റോഡ്. അപ്പോ വല്യമ്മ പത്തിരിയും പുട്ടൊക്കെ ഇട്ടിട്ട് ചുട്ടിട്ട് ഇങ്ങനെ അരഞ്ഞാണൊക്കെ കെട്ടി വന്നിരുന്നു. അങ്ങനെ കുറെ റുക്യമായി നബിസമായി ഒക്കെ കുറെ കഥയൊക്കെ പറഞ്ഞു തന്നിരുന്നു വല്യമ്മാനെ പറ്റിയിട്ട്. ഇത് റുക്കിയളയമാന്റെ മകൻ മൈമൂട്ടി. നമ്മുടെ ഈ കുടുംബസംഗമത്തിന് എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയ ആളാണ് ഈ ഫോട്ടോ മമ്മൂട്ടിക്ക്. നമ്മുടെ പരിപാടി വളരെയധികം ഉഷാറായിരിക്കണം. ഇതിലൊന്നും പറയാനില്ല. ഇതിങ്ങനെ ഒരാൾ നടത്തിയത് തന്നെ ഒരു വളരെയധികം ഇതാണ്. ഇതിങ്ങനെ ആരും കൂടെ തായ്ക്കൂല. ഇതിന് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തരണം നമ്മുടെ പരിപാടി ഉഷാറാണ്. വളരെ ഉഷാറായിരുന്നു. ഇത് നബി സുലൈമാന്റെ ചെറിയ മകന് നാസർ എന്ന എന്റെ അളാപ്പ. നബി സുലൈമാന്റെ മോന് ഇബ്രാഹിമിന് വേണ്ടിയിട്ട്, ഇബ്രാഹിം അളാപ്പാക്ക് വേണ്ടിയിട്ട് മോളാണ് ഇത് കൈമാറുന്നത്. മോൾക്കാണ് കൈമാറുന്നത്.
നഫീസളമ്മയുടെ മൂത്ത മകന് മൊയ്തീൻ കുട്ടികളാപ്പാക്ക് ഞാൻ കൈമാറുന്നു. നബീസളമ്മയുടെ സൈനമ്മായിക്ക് ഇത് ഞാൻ കൈമാറുന്നു. നബീസളമ്മയുടെ മൂത്ത മകള് കൈജമ്മായിക്ക് ഞാൻ ഈ ഫോട്ടോ കൈമാറുന്നു. പാത്തുട്ടളയമാന്റെ മകൾ ജമീല ഈ ഫോട്ടോ കൈമാറുന്നു. ഇത് പെരിന്തൽമണ്ണത്തെ പാത്തുമ്മ എന്ന കുഞ്ഞുമുദാത്താന്റെ 6ാമത്തെ മകന് മുസ്തഫയാണ് ഈ സംഘം ഫോട്ടോ ഏറ്റുവാങ്ങുന്നത്. മുസ്തഫ നമ്മുടെ കൂട്ടായ്മയുടെ ട്രഷററും കൂടിയാണ്. ഇത് പെരിന്തൽമണ്ണത്തെ പാത്തുമ്മ എന്ന കുഞ്ഞുമുദാത്താന്റെ മൂത്ത മകൻ വാപ്പുവാക്കാന്റെ ഒരേ ഒരു മകൻ അബ്ദുള്ളാന്റെ ഭാര്യ നസീം പേരക്കുട്ടിയാണ്. അവർക്ക് ആണ് ഈ ഫോട്ടോ കൊടുക്കുന്നത്. നെളിയത്തൊടി ചേക്കുപ്പാപ്പായുടെയും സൈന വല്യമ്മാന്റെയും മൂത്ത മകൾ കുഞ്ഞീരുമ്മാന്റെ മകൾ മറിയക്കുട്ടിക്ക് വേണ്ടി മകൾക്ക് കൈമാറുന്നു. അസ്സലാമലൈക്കും. ഞാൻ മുസ്തഫ. പിന്നെ അംസപ്പ ഇന്നലെ ഈ സാധനങ്ങളെല്ലാം ഫോട്ടോ എല്ലാം കൊടുക്കുന്നത് രാത്രിയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷയായിരുന്നു. പക്ഷെ അംസപ്പ ഇന്നലെ കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടു വളരെ സന്തോഷമായി. നമ്മൾ ഈ പരിപാടി നല്ല ഗംഭീരമായിരിക്കുന്നു, വളരെ ഉഗ്രമായിരിക്കുന്നു. ആർക്കും ഒരു കുറവും ഒന്നും പറയാനൊന്നുമില്ല, വളരെ ഭംഗിയായി. അപ്പൊ ഇതിന്റെ മുന്നോടിയായി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഉടനെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ടൂറും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.